നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISLനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ ഫോട്ടോയിൽ കാണുന്ന താരത്തിനെ നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? 2017-2018 കാലഘട്ടങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി 12 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകളും 1 അസിസ്റ്റും നേടിയ താരമാണ്. എന്തായാലും താരത്തിനെ ഓർമ്മയുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പേര് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത സീസണിൽ ATK മോഹൻ ബഗാന്റെ താരമായ തിരി കളിക്കില്ലെന്ന് 100% ഉറപ്പിച്ചിരിക്കുകയാണ്. തിരി തന്നെയാണ് ഒഫീഷ്യലായിട്ട് തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അടുത്തതിൻ്റെ പിന്നത്തെ സീസണിൽ തിരിച്ച് ATK മോഹൻ ബഗാനിലേക്ക് താരം വരുമോ ഇല്ലെന്ന് നമുക്ക് കണ്ടു തന്നെ ഇരിക്കണം. എത്രയും വേഗം ഇഞ്ചുറി ഭേദപ്പെടട്ടെ എന്ന് തന്നെ ആശംസിക്കും. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണുകളിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച യുവതാരമാണ് ഹിറ മോണ്ടൽ. ഇപ്പോൾ ഹിറ മോണ്ടലിനെ ഒഫീഷ്യലായിട്ട് തന്നെ ബാംഗ്ലൂർ FC ടീമിലെത്തിയിരിക്കുകയാണ്. എന്തായാലും മികച്ച പ്രകടനം ബാംഗ്ലൂർ FCയിൽ കാഴ്ചവെക്കുമെന്ന് നമുക്ക് 100% ഉറപ്പിക്കാം. അതുപോലെ തന്നെയായിരുന്നു ഈസ്റ്റ് ബംഗാളിലെ ഏക മികച്ച ഒരു താരമായിട്ട് എടുത്തു പറയാനുള്ള താരമായിരുന്നു ഹിറ മോണ്ടൽ. ആ താരത്തിനെയാണ് ഇപ്പോൾ ബാംഗ്ലൂർ FC ടീമിലെടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. മുൻ ബാംഗ്ലൂർ FCയും നിലവിലെ ATK മോഹൻ ബഗാൻ താരവും മലയാളി താരവുമായ ആഷിഖ് കുരേണിയുടെ വാക്കുകളൊന്ന് നോക്കാം. ISLൻ്റെ വരവോടെ ഇന്ത്യൻ ഫുട്ബോൾ കാണുന്നവരുടെയും നിരീക്ഷിക്കുന്നവരുടെയും എണ്ണം കൂടിയെന്നും ഓൺലൈനായി കളി കാണുന്നവരുടെ എണ്ണത്തിന് വൻ കുതിപ്പുണ്ടായെന്നുമാണ് ആഷിഖ് പറയുന്നത്. ഇതോടെ കളിക്കാർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിനും സൗകര്യങ്ങൾക്കും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും ഇതിൻ്റെയൊക്കെ ഗുണം ദേശീയ ടീമിൽ പ്രതിഫലിച്ചെന്നും പറയുന്നുണ്ട്. ദേശീയ ടീമിലെ യുവതാരങ്ങളുടെ സാന്നിധ്യം കൂടിയെന്നും ആഷിഖ് കൂട്ടിച്ചേർക്കും. ഇനി പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മറ്റൊരു ഇന്ത്യൻ താരത്തിനെ കൂടെ പുറത്താക്കിയ വിവരം നമുക്ക് കേട്ടിരുന്നു. എന്തായാലും ഒഡീഷ FCയിലേക്ക് താരത്തിനെ ലോൺ അടിസ്ഥാനത്തിലാണ് വിട്ടിരിക്കുന്നത്. പകരക്കാരനായ മികച്ച ഇന്ത്യൻ താരത്തിനെ ടീമിലെത്തിക്കാൻ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും ഇപ്പോൾ വരുന്ന ന്യൂസ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് സന്തോഷ വാർത്ത തന്നെയാണ്. അതേപോലെ തന്നെ സന്ദേശ് സിംഗിനും അതേപോലെ തന്നെ ATK മോഹൻ ബഗാന്റെ ഗോൾ കീപ്പറായ അമരീന്ദർ സിംഗും ഇപ്പോൾ ATK മോഹൻ ബഗാൻ വിടാൻ പോകുന്നു എന്നൊരു ന്യൂസ് വരുന്നുണ്ട്. ഇരു താരങ്ങളും ഈസ്റ്റ് ബംഗാളുമായിട്ട് ചർച്ചയിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, സന്ദേശ് സിംഗൻ കേരള ബ്ലാസ്റ്റേഴ്സിനും ATK മോഹൻ ബഗാനും ഇന്ത്യൻ ടീമിനും വേണ്ടിയെല്ലാം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. എന്തായാലും സന്ദേശ് സിംഗൻ ഈസ്റ്റ് ബംഗാളിൽ സൈൻ ചെയ്യുമോ ഇല്ലയെന്ന് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടിരിക്കണം. ഈ സൈനിങ് നടക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാൾ മികച്ചൊരു ഡിഫൻഡറെ തന്നെ കിട്ടുമെന്ന് എടുത്തു പറയേണ്ടി വരും. അതേപോലെ തന്നെയാണ് ഗോൾ കീപ്പറിൻ്റെ കാര്യത്തിലും ഈസ്റ്റ് ബംഗാളിന് മികച്ചൊരു ഗോൾ കീപ്പറെ കിട്ടും. വീഡിയോ കൂടെ വെച്ച് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.